സൂറത്തുൽ ഇൻഫിത്താർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാഉ ഫതറത്. ഇവിടെ തുടക്കം ഇദ എന്നാണുള്ളത്. പിന്നെയുള്ളത് ഒരു അലിഫ്. ഇദ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫ്, ഹംസത്തുൽ വസ്ൽ. ആ അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു ചിഹ്നമുണ്ടല്ലോ, ആ അലിഫ് കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയിട്ടാണ് വായിക്കേണ്ടത്. ഇതാ. പിന്നെയുള്ളത് ലാമാണ്. ലാമിന് ഫത്ഹ് കസ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാമും ഉച്ചരിക്കേണ്ടതില്ല. പിന്നെയുള്ളത് സീനാണ്. സീന് ഷദ്ദുണ്ട്, ഫത്ഹ് ഉണ്ട്. സ എന്ന് പറയണം. അപ്പം ഇതാ സ എന്നാണ് ഉള്ളത്. പക്ഷേ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂനോ വന്നാൽ നീട്ടുകയില്ല. അപ്പോൾ അവിടെയുള്ള ഇത എന്നതിൻ്റെ അലിഫും ഒഴിവാക്കണം. ഇത എന്ന് വായിക്കരുത്. ഇത, കാരണം ശേഷമുള്ളത് ഷദ്ദാണ്. ഉച്ചരിക്കുന്നത് അക്ഷരം ഷദ്ദുള്ള അക്ഷരമാണ്, അല്ലെങ്കിൽ സുക്കൂനുള്ള അക്ഷരം. ഷദ്ദുള്ള അക്ഷരമോ സുക്കൂനുള്ള അക്ഷരമോ വന്നാൽ ഇദാസ എന്ന് വായിക്കൂല. ഇദസ്സമ, അവിടെ നീട്ടാനുണ്ട്. ഇദസ്സമാഉ ഫതറത്, ഫതറത്, ഫതറത്. ഊ കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസിലാണ്. നേരത്തെ പറഞ്ഞു ചിഹ്നമുള്ള ആ ഹംസ, അത് എന്ത് ചെയ്യൂല, ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഇദസ്സമാഉ ഫതറത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇനിയുള്ള ബാക്കിയുള്ളതൊക്കെ നമ്മൾ ദിനം ശ്രദ്ധിക്കണം. ഓതുമ്പോൾ ശ്രദ്ധിക്കണം. മക്കളെ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം എളുപ്പമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകൾ, ഖത്മുൽ ഖുർആൻ്റെ വളരെ വിശദമായിട്ട് മുതിർന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ മദ്രസ ഖുർആൻ പഠന സഹായി എന്നതിൽ നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ കൂടെ തന്നെ നമുക്ക് വിഷയങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പഠിക്കേണ്ട കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി പഠിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ആ ചാനൽ ഒന്ന് സെർച്ച് ചെയ്യുക, മദ്രസ ഖുർആൻ പഠന സഹായി. ഇതിൻ്റെ പേര് മദ്രസ പഠന സഹായി എന്നുള്ളതാണ്. മദ്രസയിലെ നമ്മുടെ മക്കൾക്ക്, രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എഴുത്ത്, വായന, കൂട്ടി വായന, മലയാളം, അറബി മലയാളം ശരിക്കും എഴുതണമെങ്കിൽ ആദ്യം മലയാളം അറിയണം. അപ്പം മലയാളത്തിൻ്റെ കൂടെ അറബി മലയാളവും കൂടി എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഈ ചാനലിൽ വരും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഹൈഫുദ് ഖുർആൻ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകൾക്ക്, പിന്നെ 1, 2, 3, 4 ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ ക്ലാസ്സുകൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ വരും. പിന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി ഇൻഷാ അല്ലാഹ് ഈ ചാനലിലായിരിക്കും വരിക. മദ്രസ ഖുർആൻ പഠന സഹായി എന്നതിൽ മുതിർന്നവർക്കുള്ള പിന്നെ ഖുർആൻ്റെ ക്ലാസ്സുകൾ അധികവും അതിലായിരിക്കും വരിക. അപ്പോൾ രണ്ടും താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇദസ്സമാഉ ഫതറത്. വഇദാൽ എന്നാണുള്ളത്. വഇദാൽ അല്ലേ, ഹംസത്തുൽ വസ്ൽ ചേർത്തി വായിക്കുമ്പോൾ അത് ഒഴിവാകും. പിന്നെ ലാമിന് സുക്കൂന, നേരത്തെ പറഞ്ഞു ഷദ്ദ സുക്കൂന വന്നാൽ നീട്ടുകയില്ല. വഇദാൽ എന്ന് പറയില്ല. വഇദൽ കവാകിബു തസറത്. സ എന്നല്ല, സ. നാവിൻ്റെ തലഭാഗം അല്പം പുറത്തേക്ക് ഇട്ടിട്ട് പറയാം. സ, നാവിൻ്റെ തലഭാഗം പല്ലിനേക്കാൾ കുറച്ചുകൂടി പുറത്തേക്ക് ഇട്ടിട്ട് പറയാം. വഇദൽ ബിഹാറു ഫുജ്ജിറത്. അടുത്തത് ഒന്ന് വായിച്ചു നോക്കുക. മക്കളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. മക്കളെ കൊണ്ട് വായിപ്പിച്ച് നോക്കുക.
നമ്മളാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഉസ്താദ് മദ്രസയിൽ നിന്നൊക്കെ നല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ വീട്ടിൽ വന്നാൽ കുട്ടി ഒരുപക്ഷെ നല്ല ഉഷാറായിട്ട് ചിലപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയത് മോളെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിയാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഭാഗത്ത് തെറ്റാണെങ്കിൽ അത് കുട്ടികളിലും ആ തെറ്റ് പകരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ പകർച്ചവ്യാധി ഒഴിവാക്കാനാണ് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അടുത്ത 4-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കി. നമ്മളാദ്യം ഓതി നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് ആദ്യം കേൾക്കുന്നുണ്ട് മക്കൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കാം. അപ്പോൾ അവരെങ്ങനെ ഓതുന്നതെന്ന് ശ്രദ്ധിക്കുക. വ ഇദാൽ എന്നാണോ വ ഇദ അൽ എന്നാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇവിടെ എങ്ങനെ വായിക്കേണ്ടത്, വ ഇദൽ ഖുബൂറു ബുഇസിറത്, ബു എന്ന് പറയും, ബു എന്നല്ല ബു ബു, നമ്മുടെ കഴുത്തിൻ്റെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത്. ബു എന്നല്ല, ബു എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ്. ബു അങ്ങനെയും പറയണ്ട, ബുഇസിറത് തൊണ്ടയുടെ മേലേ ഭാഗത്തു നിന്നാണ്. ബു അത് ഐനാണ്, പുള്ളിയുള്ള അക്ഷരമാണ്. അതിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ബുഇസിറത്. അലിമത്ത്, അലിമത്ത് എന്ന് പറയുന്നത് അലിമത്ത് അതുമല്ല, അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, ഖദ്ദമത് വഅഖറത്, അലിമത് നഫ്സും മാ, അവിടെ ഒന്ന് മണിക്കുക, നഫ്സും മാ ഖദ്ദമത് വഅഖറത്. يا أيها الإنسان ما غرك بربك الكريم. يا മദ് നീട്ടാനുണ്ട്. അയ്യുഹ എന്നാണുള്ളത്. അയ്യുഹ ശേഷമുള്ളത് ലാമിന് സുക്കൂനാണ്. അപ്പോൾ എങ്ങനെ വായിക്കാം, ഒന്ന് വായിച്ചു നോക്കി. യാ അയ്യുഹൽ ഇൻസാനു എന്ന് പറയുന്നത് ഇൻസാനു മാ, ചെറിയ കുട്ടികളായതുകൊണ്ട് എല്ലാ നിയമങ്ങളും പറഞ്ഞു കൊടുക്കണ്ട. വിഷയങ്ങൾ തിരിയുന്ന വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും. കൂട്ടി വായനക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുക. അക്ഷരങ്ങൾ ശുദ്ധി ആക്കുക. ഇതൊക്കെ തന്നെയാണ് ചെറിയ മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക, നേരത്തെ പറഞ്ഞു പുള്ളിയുള്ള അക്ഷരം മുകളിൽ നിന്നാണ്. മാ ഗറക ബിറബ്ബിക്കൽ കരീം, മാ ഗറക ബിറബ്ബിക്കൽ കരീം. ബിറബ്ബിക്കൽ ക എന്നതിന് ശേഷം ഹംസത്തുൽ വസ്ലാണ്, പിന്നെയുള്ളത് ലാമിന് സുക്കൂനാണ്. അപ്പോൾ ബിറബ്ബിക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, വേഗം കൂട്ടി വായിപ്പിക്കാൻ ശീലിപ്പിക്കണം. മാ ഗറക ബിറബ്ബിക, പിന്നെ അവിടെ നിർത്തിയാൽ പിന്നെ അൽ കരി എന്നൊക്കെ പറയും, അങ്ങനെ അല്ലെങ്കിൽ ഉൽ കരി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള അലിഫും ലാമും വന്നാൽ പിന്നെ അതിൻ്റെ മുമ്പുള്ള പദം എന്ത് ചെയ്യുക, വേഗം കൂട്ടി വായിപ്പിക്കുക, അതാണ് നല്ലത്. ബിറബ്ബിക്കൽ കരീം. അതോടൊപ്പം നമ്മൾ ഓതാണെങ്കിൽ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക് ഇത് പറഞ്ഞ് നിർത്തിയാൽ ഇങ്ങോട്ട് ബാക്കി ഓതാണ്. അങ്ങനെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓതാണെങ്കിൽ അൽ കരീം എന്ന് പറഞ്ഞ ഓത്, അങ്ങനെ ഓദിച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ നിർത്തിയാൽ പിന്നെ എന്ത് ചെയ്യാം, മാ ഗറക ബിറബ്ബിക്കൽ കരീം. അപ്പോൾ അത് എടുത്തോത്. അടുത്ത അല്ലദീ, അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ആ എന്നാ വായിക്കേണ്ടത്. തുടക്കം ഹംസത്തുൽ വസിൽ വരുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ എന്തിനാ ഈ ഹംസത്തുൽ വസിൽ എന്തിനാ, അത് നമ്മൾ അതിന് മുമ്പത്തെ ആയത്തിൽ നിർത്തിയിട്ടില്ല എങ്കിൽ, നിർത്താതെ ഓതുകയാണെങ്കിൽ അപ്പോൾ അവന് ഹംസത്തുൽ വസിൽ ഈ അലിഫ് ഉണ്ടല്ലോ ആ അലിഫ് ഒഴിവാകും. എങ്ങനെ, മാ ഗറക ബിറബ്ബിക്കൽ കരീമില്ലദീ ഖലഖക, മിൽ കരീമില്ലദീ ആയത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ആയത്തിൻ്റെ അവസാനം നിർത്തുക. നിർത്തി ഇനി ഓതുമ്പം അടുത്ത ആയത്താണ്, അപ്പോൾ പുതിയ ആയത്താണ്. അപ്പം ഞാൻ ഓതുമ്പം ലദീ എന്നല്ല അവിടെ ആ ഹംസത്തുൽ വസ്ൽ ആവശ്യമാണ്. അപ്പം ലദീ എന്ന് പറയില്ല, അല്ലദീ ഖലഖ
എന്നല്ല ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയാമല്ലോ പ്രൊണൗൺസിയേഷൻ എന്ന്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. خلقك فسواك فعدلك الذي ചില ഹ എന്നൊക്കെ പറയും കുട്ടികളൊക്കെ. ഹ അത് എന്ത് ചെയ്യണം, ഒന്ന് ശീലാക്കണം. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണ്ട, പറയടാ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കളോട് എന്ത് ചെയ്യരുത്, അങ്ങനെ പറയരുത്. ഒന്ന് എന്ത് ചെയ്യുക, ശീലമായിക്കോട്ടെ. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് കേൾപ്പിക്കുക. അതിങ്ങനെ എന്ത് ചെയ്യാം, അതൊരു ശീലമായിട്ട് വരണം. അല്ലദീ ഹലഖക എന്നൊക്കെ പറയും കുട്ടികൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അല്ലദീ ഖലഖ അതല്ല രണ്ടക്ഷരം ഉണ്ട്, അത് രണ്ടും വരണം. ഖലഖക 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 ഖക ഖക ഖി ഖു ഖു ഖ അതിന്റെ നാം അഖ അക അഖി അക്കി അഖു അഖു അഖ് അഖ്. ആ ഒരു ശബ്ദത്തിന് തന്നെ ഒരു വ്യത്യാസമില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ശീലമാക്കണം. അല്ലദീ ഖലഖക ഫസവ്വാക ഫസവ്വയ എന്ന് പറയുന്നത് ഫസവ്വാക ഫഅദലക في أي صورة ما ശബ്ദമുള്ള മീമേ നൂന് എന്ത് ചെയ്യണം, ഒന്ന് മണിക്കാനൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുക്കാം. മണിക്കാൻ ഇങ്ങനെ സൂറത്തിൻ മാ ശാഅ റക്കബക في أي صورة ما شاء ركبك كلا بل تكذبون بالدين كلا بل تكذبون بالدين. ഒന്നുകൂടി ഒന്ന് നോക്കാം. بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين. അപ്പോൾ ഇന്ന് 9 ആയത്ത് മതി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് ക്ലാസ് എടുക്കാം. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനും നമുക്ക് പഠിക്കാനും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.